ദിയ ചീറ്റ് കേസ് മൂലം കേരളത്തിൽ ജോലിക്ക് വരുന്നവരോട് എംപ്ലോയേഴ്സ് സർക്കാർ ചെയ്യുന്ന പോലെ ആദ്യം ജാതി ചോദിക്കും. സർക്കാർ ജാതി ചോദിക്കും. നോ സ്ത്രീ, നോ SC/ST. ഇത് സർക്കാർ തന്നെ ജോലിക്ക് ജാതി ചോദിച്ചാണല്ലോ കയറ്റുന്നത്. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഒരാളെ ഈ കേരളത്തിൽ ഇപ്പൊ പൊതുവില് ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത്, ഞാൻ കുറെ വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ബ്ലൈൻഡ് ലോസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ധ നിയമങ്ങൾ, വാദിക്ക് ശിക്ഷ വിധിക്കാൻ കഴിയുന്ന നിയമങ്ങൾ. ഒരു കേസ് കൊടുക്കാനും അതിനെ നിലനിർത്താനും അതിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ ഒരു വലിയൊരു ട്രോമയും പ്രോസിക്യൂഷനും ഈ അക്യൂസിനെ സമ്മാനിക്കാനും കഴിയുന്ന രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സത്യവും നീതിയും ന്യായവും സംരക്ഷിക്കപ്പെടുന്നില്ല. അവിടെ ആകെ നടക്കുന്നത് ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് തങ്ങളുടെ സഹജീവികളെ ശിക്ഷിക്കാനായിട്ടുള്ള അവകാശവും അധികാരവും സ്പെഷ്യൽ പ്രിവിലേജും കൊടുക്കുന്നു എന്നുള്ളത് മാത്രം. അങ്ങനെ സ്പെഷ്യൽ പ്രിവിലേജ് ആർക്കും കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, നമ്മുടെ സമൂഹത്തിന് വിരുദ്ധമാണ്, സെൻസ് ഓഫ് ഈക്വാലിറ്റിക്ക് വിരുദ്ധമാണ്. അപ്പൊ അതിലെല്ലാവരും ചെയ്യുമെന്ന് പറയുന്നില്ല. എല്ലാവരും ഒരു കാര്യം ഒരിക്കലും എന്നും ചെയ്യില്ല. പക്ഷെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകൾ ആലോചിക്കില്ലേ, ഞാൻ എന്തിനാണ് നിങ്ങൾ പറഞ്ഞ കാര്യം, ഇപ്പൊ സ്ത്രീകളെ തൊഴിൽ എടുത്ത് വെക്കണോ? ഒരാൾ പറയണം ഞാൻ സ്ത്രീകളെ തൊഴിലെടുത്ത് വെക്കില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, അവർ എപ്പോൾ വേണേലും തിരിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് വരാം, അപ്പൊ പിന്നെ എന്നെ ജാമ്യമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം, അപ്പൊ ഞാനൊന്നും ചെയ്തില്ലെങ്കിലും എല്ലാ തെളിവുകളും എൻ്റെ ഭാഗത്താണെങ്കിലും സമൂഹവും പോലീസും കോടതിയൊക്കെ എനിക്കെതിരെ തിരിയാം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ അങ്ങനെ അല്ല എന്ന് പറയാൻ ഒരാൾക്കും സാധിക്കില്ല. കാരണം അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റില്ല. ആ രീതിയിലാണ് നിയമങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ആരെ സഹായിക്കാനാണ് ഇത്തരം നിയമങ്ങൾ യഥാർത്ഥത്തിൽ ഡ്രക്കോണിയൻ നിയമങ്ങളാണ്. ഓൾമോസ്റ്റ് ലീഗൽ ടെററിസം എന്ന് തന്നെ പറയാം. ഈ നിയമങ്ങൾ ആരാണ് ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നത്? ഇതുകൊണ്ട് ആർക്കാണ് നേട്ടം? ഇത് പണ്ട് ഇങ്ങനെയായിരുന്നു. നമ്മുടെ ഈ ജാതി വ്യവസ്ഥ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹൈറാർക്കിക്കൽ സൊസൈറ്റിയിലൊക്കെയാണ് ചില ആളുകൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ടായിരുന്നു. പണ്ട് ഈ തിരുവിതാംകൂറിലുള്ള ഈ തൂക്ക പരീക്ഷ, അഗ്നിപരീക്ഷ, വിഷപരീക്ഷ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ഓരോ ജാതിക്കാർക്കും ഓരോ ശിക്ഷയാണ്. അതിൽ ബ്രാഹ്മണന്റെ ശിക്ഷയാണ് തൂക്ക പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണൻ ഒരു തെറ്റ് ചെയ്യും. അപ്പം ആദ്യം ബ്രാഹ്മണന്റെ തൂക്കം എടുക്കും. എന്നിട്ട് ബ്രാഹ്മണൻ എഴുതിയ തെറ്റ് ഒരു തുളസിയില എഴുതിയിടും. എന്നിട്ട് ഈ കുറ്റത്തിനൊരു ഭാരമുണ്ട്, കുറ്റഭാരവും ഈ തുളസിയിലയും ബ്രാഹ്മണനെയും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തൂക്കും. അപ്പൊ ആദ്യം തൂക്കിയ ഇതിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണൻ കുറ്റം ചെയ്തിട്ടില്ല. അതിനാണ് തൂക്ക പരീക്ഷ എന്ന് പറയുന്നത്. തുളസിയുടെ ഭാരത്തിന്റെ വ്യത്യാസമൊക്കെ കാണിക്കുന്ന ത്രാസുകളൊന്നും അന്നില്ലല്ലോ. വിറകൊക്കെ തൂക്കുന്ന ത്രാസിലാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അത് പ്രിവിലേജാണ്. ഇവിടെ ഇതേപോലെയാണ് ഈ പറയുന്ന ഈ പോക്സോ നിയമത്തിൽ പോലും അത് വളരെ വ്യക്തമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റീസ്, SC/ST അട്രോസിറ്റീസ് ആക്ട്, ഇതിനകത്തെല്ലാം എന്താണ്? ഒരാൾക്ക് തോന്നുന്നു, അയാളൊരു ആക്ഷേപം ഉന്നയിക്കുന്നു, തെളിവ് വേണ്ടാത്ത ആരോപണങ്ങൾ. ഇത് ഒന്ന്. വാദി ശിക്ഷ വിധിക്കുന്ന കേസുകൾ. അതൊരു നിയമവ്യവസ്ഥയ്ക്ക് തന്നെ അപമാനമാണ്. ഞാനിത് എത്രയോ വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഐ സിംപ്ലി റിപ്പീറ്റ്. ആരോപണം ഉന്നയിക്കുന്നതിന് തെളിവുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും പറയാം. ആരോപണങ്ങൾ തെറ്റായാൽ നിങ്ങൾക്ക് ശിക്ഷയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും ആരോപിക്കാം. ഒന്ന്. രണ്ട്, ഇതേപോലെ നിങ്ങൾ ഒരാൾ കുറ്റം ആരോപിക്കുന്നു, അതിന് തെളിവോ നീതിയോ ന്യായമോ ഒന്നും വേണ്ട. നിങ്ങൾ പറയുന്ന 100% കള്ളമാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ അത് വളരെ അതുകൊണ്ട് എങ്ങനെയാണ് ഈ ഫെയർനെസ് എന്ന് പറയുന്ന, നീതി എന്ന് പറയുന്ന സാധനം അവിടെ എങ്ങനെ നടപ്പിലാക്കപ്പെടുന്നത്? ഓഫ് കോഴ്സ് ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഇത് ഉണ്ട്, അങ്ങനെയുള്ള ആളുകളുണ്ട്, അങ്ങനെ നടക്കുന്നുണ്ട്, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു നിയമമാണ് ഞാൻ ചോദിച്ചത്. ഇങ്ങനെ ഒരു നിയമം കൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അതിലൂടെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കുറ്റവാളികളെ 1% നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും. വശത്ത് ഇതിന്റെ ചൂഷണം വൻതോതിൽ വർദ്ധിക്കും.
അപ്പൊ ചോദിക്കും, എല്ലാ നിയമങ്ങളും ചൂഷണം ചെയ്യപ്പെടില്ലേ? എല്ലാ നിയമങ്ങളും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, എല്ലാ നിയമങ്ങളും ചൂഷണം ചെയ്യപ്പെടുന്നത് പോലെ അല്ല ഇത് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഇത് പലതും നോൺ വെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. രണ്ട്, ഇത് അറസ്റ്റിലാകുന്നവരെ അല്ലെങ്കിൽ അക്യൂസ്ഡ് ആകുന്ന ആൾക്ക് അയാള് പ്രിസംഷൻ ഓഫ് ഗിൽറ്റ് ആണ് അതിന്റെ പ്രശ്നം. കാര്യം അയാൾ കുറ്റക്കാരനാണ് എന്നുള്ളതാണ് ആ നിയമം അവിടെ പരിഗണിക്കുന്നത്. അപ്പൊ അയാൾ കുറ്റക്കാരനല്ലെന്ന് അയാളാണ് തെളിയിക്കേണ്ടത്. കാര്യം ഇന്ത്യൻ പീനൽ കോഡിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ പ്രിസംഷൻ ഓഫ് ഇന്നസെൻസ് ആണ്. അതായത് കുറ്റം തെളിയിക്കപ്പെടുന്നവരെ എല്ലാവരും നിരപരാധികളാണെന്നുള്ളതാണ് ശിക്ഷാ നിയമത്തിന്റെ, ഇന്ത്യൻ ക്രിമിനൽ കോഡിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും അടിസ്ഥാനം. നേരെ വിപരീതമാണ് ഇത്തരം കാര്യങ്ങളിൽ. അതായത് ഒരാൾ നാക്ക് വളച്ച് എന്തെങ്കിലും പറയുന്നു, ഇനി അത് അങ്ങനെ അല്ലെന്ന് മറ്റേ ആൾ തെളിയിക്കണം. അപ്പൊ അതുവരെയുള്ള ആ ഒരു പ്രോസസ്സും പ്രൊസീജിയറും വഴിയുള്ള ശിക്ഷകൾ അയാൾ ഏറ്റുവാങ്ങണം. അവസാനം അത് കള്ളമാണെന്ന് തെളിയിച്ചാലും അയാൾക്ക് ഇൻകൺസോളബിൾ ആണ് അയാൾ. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കി വെക്കുക. അത് ഒരു നിയമത്തിൻ്റെതായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും വെച്ച് നോക്കുകയാണെങ്കിലും വളരെ പരിതാപകരവും പ്രാകൃതവുമായിട്ടുള്ള നിയമം. അതൊരു സിവിലൈസേഷനിൽ ഇത്തരം നിയമങ്ങൾ മാറ്റണം. ശരിയാണ്, ഒരു നിയമം എപ്പോഴും അതിന്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാവുന്നത് യഥാർത്ഥ കുറ്റവാളികളെ ഫ്രെയിം ചെയ്യുന്നതിൽ, അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നതിൽ ആ നിയമം വിജയിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അജ്മൽ കസബിനെ വരെ നമ്മൾ പ്രോസിക്യൂഷൻ അങ്ങോട്ട് കൊടുത്തതാണ്. അവിടെയാണ് ഇതേ കണക്ക് ആരെങ്കിലും ഒരാൾ പറയുമ്പോൾ അയാൾക്കൊരു അമിതമായ പ്രിവിലേജ് കൊടുത്തിട്ട് ഉള്ള നിയമങ്ങൾ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, അത്തരത്തിലുള്ള സംരക്ഷണം, ഇതിന് സംരക്ഷണം എന്നൊന്നും പറയും, ഇതിന് സംരക്ഷണമല്ല, ഇതൊരു പ്രിവിലേജ്ഡ് ആക്കുകയാണ് ഓരോ ക്ലാസ്സുകൾ. അത് നിയമപരമായിട്ടോ അല്ലെങ്കിൽ ഫെയർനെസിന്റെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ജോലിക്ക് വെക്കുന്ന ആളുകൾ ചിന്തിക്കും. അപ്പൊ അത് ആർക്കാ നഷ്ടം? ആരെയാണോ സംരക്ഷിക്കുക, ആരെയാണോ സഹായിക്കുക എന്ന് ഉദ്ദേശിക്കുന്ന അവർക്ക് നഷ്ടം ഉണ്ടാക്കുന്ന നിയമങ്ങളായിട്ട് മാറും. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഈ ജാതി കേസൊക്കെ പറഞ്ഞു, ഈ അടുത്തിടെ എല്ലാം ജാതി കേസല്ല. ഈ അടുത്തിടെ ഞാൻ കണ്ടൊരു ഒരു റോഡില് പോയിട്ട് കുടിച്ചാണോ അബോധാവസ്ഥയിൽ ലഹരി നിന്ന് ഒരുത്തൻ വന്ന് വണ്ടി അടിച്ചങ്ങ് പൊട്ടിക്കുകയാണ്. കാണുന്നവരെല്ലാം അടിക്കുകയാണ്. അവിടെ നിന്ന് ആരോ ഇയാളെ ഇനാക്റ്റീവ് ആക്കാനായിട്ട് പിടിച്ച് കെട്ടിയിട്ടു. വണ്ടിക്കാരെ തന്നെ കെട്ടിയിട്ടു. ആരായാലും ചെയ്യില്ലേ? നീ ഇയാളെ എന്താണ്, എടാ നിന്റെ ആധാർ ഇങ്ങോട്ട് നോക്കട്ടെ, നിന്നെ കെട്ടിയിടാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കല്ലേ. നമ്മുടെ വീട്ടിലൊരു അക്രമി വന്നു കഴിഞ്ഞാലും നമ്മൾ അയാളെ എങ്ങനെ നിർവീര്യമാക്കാമെന്നേ നോക്കുള്ളൂ. അമ്മാതിരി അക്രമാസക്തനായ ഒരു വ്യക്തിയെ പിടിച്ച് ഉടനെ അതുമായിട്ട് കമ്പാരിസൺസ് വരുന്നു. അത് അവൻ തന്നെ വീഡിയോ ഇടുന്നു. അവൻ ഇത്രയും ചെയ്ത് അതെങ്ങനെ വീഡിയോ ഇടാൻ കഴിയുന്നു? ബിക്കോസ് ഇങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ടാണ്. നമ്മൾ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്യുന്നവര് അവരെ ജാതിയും മതവും പാർട്ടിയും നോക്കിയൊക്കെ ഇങ്ങനെ നമ്മൾ കുറ്റത്തെ തമസ്കരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് എങ്ങനെയാണ് നീതിയും ന്യായവും ഒക്കെ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നീതി വേണം, ന്യായം വേണം. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അതിന് സ്കേഴ്സ് റിഗാർഡാണ്. നമ്മുടെ പാർട്ടിക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ജാതിക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ മതക്കാരനാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനമൊന്നും ഇല്ല. ഇത് വലിയൊരു അനാർക്കിയാണ് ഉണ്ടാക്കുക, കെയോട്ടിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ അവശ്യം ചിന്തിക്കേണ്ട കാര്യമാണിത്. നിങ്ങൾ ഒരാളൊരു കുറ്റം ചെയ്യുന്നു, അത് ഉടനെ ഞാൻ ഇന്ന ജാതിയാണ് അല്ലെ ഇന്ന മതമാണ് നോക്കുന്നു. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ എന്തെങ്കിലും ഒരു സംഗതി, ഈവൻ ഒരു സിനിമ പോലും നമ്മുടെ ഫേസ്ബുക്കിലോ സോഷ്യൽ മാധ്യമത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ സിനിമ ആദ്യം നോക്കി അഭിനയിച്ചവൻ, അവന്റെ ജാതി, അവന്റെ മതം, അവന്റെ പാർട്ടി, ഇത് വെച്ചാണ് മൊത്തം കമന്റും. ഞാൻ അതൊരു നല്ല കലാസൃഷ്ടിയാണോ, അതിന്റെ അഭിനയം കൊള്ളാമോ, ഇത് വിജയിക്കൊന്നുമില്ല. ഈ അവസ്ഥയിൽ എത്തിച്ചെന്താണ്? അവസ്ഥ ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നിയമവ്യവസ്ഥയ്ക്ക് വലിയൊരു പങ്കുണ്ട്. നമ്മളെ ഈ സമൂഹത്തെ വളരെ പ്രാകൃതമായിട്ട് തുടരുന്നതിൽ സഹായിക്കുന്ന രീതി, അല്ലെങ്കിൽ അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ നിയമത്തിൽ തന്നെയുണ്ട്. അപ്പൊ ആളുകൾ നോക്കും. അപ്പൊ അതിന്റെ നഷ്ടം എന്താണ്? ഇപ്പൊ വെസ്റ്റേൺ വേൾഡിലൊക്കെ ഓൾറെഡി തന്നെ ഈ സ്ത്രീകൾ അവർ നോക്കാറുണ്ട്. എടുത്തു കഴിഞ്ഞാൽ എംപ്ലോയർ നോക്കും, അയാളുടെ സുരക്ഷിതത്വം നോക്കും. കാരണം ഇവർക്ക് ഒരു പിരിച്ചുവിടാനോ അല്ലെങ്കിൽ അവരെ ജോലിയിൽ ഫയർ ചെയ്യാനോ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കാരണം ഉടനെ ഇരവാദമായിട്ട് വരും, ഉടനെ ഇത് ഫയൽ ചെയ്യും. അപ്പൊ അയാള് ഈ പറയണം, സ്വാഭാവികമായിട്ട് ആളുകളല്ല, നിങ്ങളിങ്ങനെ വലിയ ഇതേപോലെയുള്ള ഡ്രക്കോണിയൻ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ ഡ്രക്കോണിയൻ നിയമങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്ന് സാധാരണ മനുഷ്യർ ചിന്തിക്കും. അതിനകത്തൊന്നും പറയാനില്ല. പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ആളുകൾ നോക്കും,
ഇതാണ് അനുഭവമെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഇതിനകത്ത് തന്നെ എന്താണ് ഒരു കൊടുത്തു, ആ കേസിന്റെ കൗണ്ടർ കേസിന്റെ അന്വേഷണം വരുന്നു. കേസിന്റെ അന്വേഷണം അല്ല, കൗണ്ടർ കേസിന്റെ അന്വേഷണം. അതിനാണ് പ്രാമുഖ്യം. ചാനലുകളെല്ലാം അതിനാണ് പ്രാമുഖ്യം. ഞാനും ആദ്യം ആ കേസാണ് കാണുന്നത്. എന്റെ ഒറിജിനൽ കേസ് പിന്നെ ഞാൻ ഒരുപാട് കുറെ കൂടെ വൈകിയാണ് ഞാൻ കാണുന്നത്. അതിനകത്ത് പറയുന്ന ആരോപണങ്ങൾ ഇപ്പൊ ഈ പറയുന്ന ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. അതിന് തെളിവൊന്നും വേണ്ട. അതിന് തെളിവ് എന്തോ വേണ്ടത്? ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. കാരണം എന്റെ ജാതി ഇതാണ്, അപ്പൊ എനിക്ക് അവിടെ ഒരു പ്രിവിലേജ്. ഇങ്ങനെയാണ് നിയമം. അപ്പം സ്വാഭാവികമായിട്ടും ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ചോദ്യം എന്താണ്? ജോലിക്ക് എടുക്കുന്നതിന് മുമ്പ് സർക്കാർ ജാതി ചോദിക്കണം, ആളുകളും ജാതി ചോദിക്കാം. അവരെങ്ങനെയാണ് കുറ്റപ്പെടുത്തുക? ഇതിന്റെ എല്ലാം നഷ്ടം ആർക്കാണ് വരുന്നത്? ആരെയാണോ ഇതുവഴി സഹായിക്കാമെന്ന് കരുതിയത് അവർക്കാണ് നഷ്ടം വരുന്നത്. ഇങ്ങനെ ഒരു ധാരണ വരും എംപ്ലോയീസിന്റെ, അല്ലെങ്കിൽ ജോലിക്ക് നിയമിക്കുന്നവർ, ഇങ്ങനെ ഇന്ന ആളുകളൊക്കെ എടുത്ത പ്രശ്നമാണ്, അവര് നമുക്ക് പണി തരും, അവര് എന്നൊരു ധാരണ വന്നു കഴിഞ്ഞാൽ ഇത് ആർക്കാണ് ഇതിന്റെ നഷ്ടം? ഞാൻ യഥാർത്ഥത്തിൽ ഈ നിയമത്തെയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പ്രിവിലേജ് ഒരു മനുഷ്യർക്കും കൊടുക്കരുത്. തെറ്റ് കുറ്റം ആര് ചെയ്താലും അവരെ ശിക്ഷിക്കപ്പെടണം. അല്ലാതെ ഇങ്ങനെ വെറുതെ ഒരു ആരോപണം. ഇത് കണ്ടില്ല, വളരെ തത്ത പറയുന്നു. ഒരു കുറ്റം എല്ലാം സമ്മതിച്ചു, എല്ലാ തെളിവുകളും എതിരായിട്ട് ചിലപ്പോൾ ഒരു നേതാവായിരിക്കും അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കും പറയുന്നോണില്ലേ ചക്ക എന്നും പറഞ്ഞ് ഉമ്മാതെ വന്നിരുന്നില്ല ആളുകളെ ഇൻസൾട്ടിങ് അതേഴ്സ് ഇന്റലിജൻസ്. എന്തുകൊണ്ടായാലും കേരളം പൊതുവിൽ ഈ ഒരു കേസിൽ ആളുകൾക്ക് അത്ര കമ്പല്ലിങ് എവിഡൻസ് ഉള്ളത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് പക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ ജാതി കഷായവും കുറെ മത കഷായവും കുറെ രാഷ്ട്രീയ കഷായവും ഒക്കെ വെച്ച് ഇതങ്ങ് പോകും. അപ്പോൾ അടുത്ത തവണ വരുമ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇന്നവരെ റിക്രൂട്ട് ചെയ്താൽ ശരിയാവില്ല എന്ന ആളുകൾക്ക് ഇറ്റ്സ് നാച്ചുറൽ. ഒരിക്കലും ആ ഒരു തലത്തിലേക്ക് പോകരുത്. ബേസിക്കലി ദ പ്രോബ്ലം ഈസ് വിത്ത് ദ ലോസ്. വാദി ശിക്ഷ വിധിക്കുന്ന നിയമങ്ങൾ, ദാറ്റ്സ് നോട്ട് ഗുഡ്, ദാറ്റ്സ് നോട്ട് ഫെയർ. നീ എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ഒരിക്കലും നമ്മൾ ഒരു ഇടത്ത് നീതി നടപ്പാക്കാൻ പോകുന്നില്ല. അവിടെ സംഭവിക്കുന്ന അത്യാഹിതങ്ങളും ദുരന്തങ്ങളുമായിരിക്കും. സോ ഐ കണ്ടിന്യൂ ടു സേ ദാറ്റ്.